എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനാ ഭേദഗതിക്കുള്ള വിവിധ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? ഭരണഘടനയുടെ നിയമമാണ് അധികാരം 368 വകുപ്പ് പ്രയോഗിച്ച് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയും കൂട്ടിച്ചേർക്കലോ വ്യത്യാസപ്പെടുത്തലോ വകുപ്പുകൾ റദ്ദാക്കുകയോ എന്ന നടപടികളാണ് ഭരണഘടനയുടെ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി നടത്തുന്നതിനായി വിവിധ വകുപ്പുകളെ 3 വിഭജിച്ചിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുന്ന ഭേദഗതി അനുസരിച്ച് രാജ്യസഭയിലും ലോകസഭയിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണയോടെ ബിൽ പാസ്സാക്കാം. പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി ബിൽ പാസ്സായാൽ അതും പ്രസിഡന്റിൻ്റെ അനുമതിക്കായി സമർപ്പിക്കാം. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും ഭരണഘടന ഭേദഗതി ചെയ്യാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ആശയത്തെ വിലയിരുത്തുക. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഒരു ഭാഗത്തും അടിസ്ഥാന ഘടന എന്ന ആശയം സൂചിപ്പിച്ചിട്ടില്ല. ഭരണഘടനയുടെ പരിണാമത്തിൽ വളരെയധികം സംഭാവന നൽകിയ ഒരു ആശയമാണിത്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. 368 വകുപ്പ് അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം ഈ വിധി പരിമിതപ്പെടുത്തി. ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട് എന്നും അത് ലംഘിക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനില്ലെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ചു. എന്നാൽ പാർലമെൻറ്റും ജുഡീഷ്യറിയും നിലനിന്നിരുന്ന തർക്കങ്ങൾ വിരാമമിട്ട് രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും അടിസ്ഥാന ഘടന എന്ന ആശയം ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. കാരണം വ്യക്തമാക്കുക. ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. സമൂഹത്തിൽ കാലാകാലങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളുടെയും അവസ്ഥകളോടും ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ ഭരണഘടന പ്രതികരിക്കുന്നു. ജനാധിപത്യ ഭരണഘടനയുടെ പ്രത്യേകത അതിൻ്റെ ജൈവ സ്വഭാവമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകൾ മാറിയെങ്കിലും ഭരണഘടന ഇന്നും നിലനിൽക്കുന്നു. പാർലമെൻറ്റ് ഭേദഗതികളും ജുഡീഷ്യറിയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഭരണഘടന ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ടും ഒരു സജീവ പ്രമാണമായി നിലനിൽക്കുന്നതാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം. അയവുള്ള ഭരണഘടന, ഫ്ലെക്സിബിൾ ഭേദഗതി വളരെ എളുപ്പം നടത്താൻ കഴിയുന്ന ഭരണഘടന. കർക്കശ, റിജിഡ് നിരവധി നടപടിക്രമങ്ങളുടെ മാത്രം ഭേദഗതി സാധ്യമാക്കുന്ന ഭരണഘടന. 3 ചോദ്യങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനാ ഭേദഗതിക്കുള്ള വിവിധ നടപടിക്രമങ്ങൾ എന്തെല്ലാം? 2 ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയത്തെ വിലയിരുത്തുക. 3 ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. കാരണം വ്യക്തമാക്കുക. ഇത്തരത്തിൽ 3 ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒന്നാണ്.